എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ട്രൂവനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് PYQ ആണ് കേട്ടോ. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴേ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും കൂടെ അതിൻ്റെ കൂടെ ആൻസർ ചെയ്യാൻ നോക്കുക കേട്ടോ. അതിൻ്റെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ ഓപ്ഷനും വായിക്കുന്നില്ല കേട്ടോ, കറക്റ്റ് ആൻസർ മാത്രം പറയാം. ഓക്കെ, വെറുതെ ഒരു കൺഫ്യൂഷൻ വരുത്തണ്ടല്ലോ. അപ്പോൾ ആൻസർ പറഞ്ഞോളൂ. ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? എല്ലാവരും ആക്റ്റീവായിട്ടൊന്ന് പറഞ്ഞു നോക്കി, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, നമ്മുടെ ആൻസർ നമുക്കിവിടെ ആറിൻ്റെ ഐ എന്നും പറയാം, ആം ഐ എന്നും പറയാം അല്ലേ. ഈ രണ്ട് ആൻസറും നമുക്ക് പറയാം. അതായത് ബോത്ത് 2 and 3 സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ആറിൻ്റെ ഐയും പറ്റും, ആം ഐയും പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഷുഡ് ഐ പറ്റാത്തേ? എന്തായിരിക്കും റീസൺ? ഓക്കെ, ഈ ഷുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ആരാ? ഇതിനെ നമ്മളൊരു പേര് പറയും അല്ലേ. എന്താ പറയുക? മോഡൽ ഓക്സിലറി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. ഒന്നുകൂടെ, മോഡൽ ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ബേസ് ഫോം, വെർബിന്റെ ബേസ് ഫോം യൂസ് ചെയ്യണം. വെർബിന്റെ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ എസ് ചേർക്കാൻ പാടില്ല, ING ചേർക്കാൻ പാടില്ല, ED ചേർക്കാൻ പാടില്ല അല്ലേ. അപ്പൊ ഇതൊന്നും ചേർക്കാത്ത ഫോം ആയിരിക്കണം ഏതിന് ശേഷം വരണ്ടേ? മോഡൽ ഓക്സിലറി വെർബിന് ശേഷം വരണ്ടേ. അപ്പൊ ഷുഡ് എന്ന് പറയുന്നത് എന്താ? മോഡൽ ഓക്സിലറി ആണ്. അപ്പൊ ഇവിടെ അത് പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ എന്താ വന്നിട്ടുള്ള? ED ചേർത്തിട്ടുണ്ട് അല്ലേ. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ഷാൽ ആണെങ്കിലും ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഷുഡ് ആണെങ്കിലും, മേ ആണെങ്കിലും മേയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള മൈറ്റ് ആണെങ്കിലും, ക്യാന്, കുഡ്, വില്ല്, വുഡ് അല്ലെ, ഇതേപോലെയുള്ള മോഡൽ ഓക്സിലറിക്ക് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് ബേസ് ഫോം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനിയും അടുത്ത എക്സാമുകളിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇവിടെ ഇത് ബേസ് ഫോം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഷുഡ് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് ബി ഫോംസ് യൂസ് ചെയ്യാം, ആർ യൂസ് ചെയ്യാം, ആം യൂസ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ശരിയായിട്ട് വരും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റിഫ്രെയിൻ ഡാഷ് ബാഡ് കമ്പനി. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റിഫ്രെയിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതായിരിക്കും? പറയാൻ പറ്റുമോ? റിഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനിയാണ് കേട്ടോ. റിഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി. ബാഡ് കമ്പനിയിൽ നിന്ന് റിഫ്രെയിൻ ചെയ്യുക, അതിൽ നിന്ന് നീങ്ങി നിൽക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഉദ്ദേശിച്ചുള്ളത്. വിട്ട് നിൽക്കുക, നീങ്ങി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അപ്പോൾ റിഫ്രെയിൻ ഫ്രം എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഇനി ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. നമ്മൾ ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടല്ലോ, ഇൻസിസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യും. അതേസമയം പെർസിസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ കൂടെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യും. ഇൻസിസ്റ്റ് ഓണും പെർസിസ്റ്റ് ഇന്നും. ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പഠിച്ചു നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ റിഫ്രെയിൻ ഫ്രം കേട്ടോ, റിഫ്രെയിൻ ഫ്രം എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുക. പഠിച്ചു പോണേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A few workers participated in the strike. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? A few workers. A few എന്ന് കാണുമ്പോൾ എന്താ മൈൻഡിലേക്ക് വരണ്ടേ? കുറച്ചുണ്ട് അല്ലേ, A few. അപ്പോൾ ഇത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു സെന്റൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് വരണം. ഇത്ര എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ എക്സാമിന് ഇരിക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക, അവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അറിയാമല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയിരിക്കും, അപ്പോൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് എപ്പോഴും സേഫ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് വരണം. ഇനി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മുടെ ഈ ഒരു സെന്റൻസിൽ എവിടെയെങ്കിലും ഓക്സിലറി വെർബ് ഉണ്ടോ? എസ്സോ അല്ലെങ്കിൽ ആറോ അല്ലെങ്കിൽ ഡിഡോ ഹാസോ ഹാവോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ദേ ഇവിടെ നമ്മുടെ പാർട്ടിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെർബ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ED ഉണ്ടല്ലോ. ED ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിഡ് ചേർത്ത് പറയും അല്ലേ. ED എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പോൾ ഡിഡ് ചേർത്ത് പറയാം. അപ്പോൾ ഡിഡും എഴുതുക, പിന്നെ ഇവിടെ നമ്മൾ നെഗറ്റീവ് ആക്കണം അല്ലേ. അപ്പോൾ ഡിഡിൻ ദേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക.
കിട്ടിയോ? ഞാൻ ഇവിടെ ഡിഡ് എന്ന് എഴുതി, നെഗറ്റീവ് ആക്കണമല്ലോ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ പോർഷനിൽ. അപ്പൊ നോട്ടും കൂടെ ചേർത്ത് ഡിഡിൻറ്റ് ദേ, ഇവിടെ എ ഫ്യൂ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവര് എന്നുള്ള രീതിയിൽ ഡിഡിൻറ്റ് ദേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ സപ്പോസ് എ ഫ്യൂ അല്ല എന്ന് വിചാരിച്ചോ, വെറുതെ ഫ്യൂ ആണെന്ന് വിചാരിച്ചോ. ഫ്യൂ ആണെങ്കിൽ എന്താ, അത് നെഗറ്റീവ് ആണ് അല്ലേ? ലിറ്റിൽ ആണെങ്കിലും ഫ്യൂ ആണെങ്കിലും എല്ലാം അത് നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പോസിറ്റീവ് ടാഗ് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ വരും കേട്ടോ. അപ്പൊ അതും കൂടെ അറിഞ്ഞു വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. വേർ ഇസ് ദി ബസ് സ്റ്റാൻഡ് സെഡ് ദി യങ് മാൻ. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വേർ ഇസ് ദി ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ കുറച്ച് റൂളുകളൊക്കെ ഉണ്ട് അല്ലേ? എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം, ഇവിടെ ഇരിക്കുന്ന സെഡ് എന്ന് പറയുന്നത് നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആള് പാസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റും. ഒന്നുകൂടെ, ഇവിടെ സെഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സെയ്സും അതുപോലെ തന്നെ സെയ്സിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വേർഡാണ് സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സെയ്ഡും സെയ്സിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് ആയിട്ട് പറയുന്ന വേർഡാണ് സെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റണം. അതായത് ഇസ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? വാസായിട്ട് മാറും അല്ലെ? ഇസ് എന്തായിട്ട് മാറും? വാസായിട്ട് മാറും. അപ്പൊ നമുക്ക് ദേ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മളൊന്ന് ആളെ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പൊ വാസുള്ള ഓപ്ഷൻസ് നോക്കിയത്, ഇവിടെ ഒരു വാസ് ഇരിപ്പുണ്ട്. ഓപ്ഷൻ ബിയിൽ വാസില്ല. ഓപ്ഷൻ സിയിൽ ഇവിടെ ഒരു വാസ് ഇരിപ്പുണ്ട്. ഓപ്ഷൻ ഡിയിൽ ഇല്ല അല്ലേ? അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ 2 ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്തു. ഇനി ഓപ്ഷൻ എയും ഉണ്ട്, ഓപ്ഷൻ സിയും ഉണ്ട്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? അപ്പോ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ആയിട്ട് ഒരു ഓപ്ഷൻ സി ആണ്. ദ യങ് മാൻ വാണ്ടഡ് ടു നോ വേർ ദി ബസ് സ്റ്റാൻഡ് വാസ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. എങ്ങനെയാ നമുക്ക് മനസ്സിലായ ഓപ്ഷൻ സി ആണ് ആൻസർ എന്നുള്ളത്? എങ്ങനെയാ മനസ്സിലായത്? കാരണം ഡയറക്റ്റ് സ്പീച്ചിലെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഡയറക്റ്റ് സ്പീച്ചിലെ ഒരു ക്വസ്റ്റ്യനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഒരിക്കലും അത് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ അത് പോയിട്ട് വേറൊരാളോട് പറയുമ്പോൾ എന്താ പറയാ? ആ, മിസ് ചോദിച്ചു ഞാൻ ഫുഡ് കഴിച്ചോന്ന്, അങ്ങനെയല്ലേ പറയാ? അപ്പൊ അത് ക്വസ്റ്റ്യൻ ആണോ? അല്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് ശേഷമായിരിക്കും നമ്മുടെ ഓക്സിലറി വെർബ് വരിക. ഓക്കെ, സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബ് വരിക. ഇവിടെ നോക്കുകയാണെങ്കിൽ യങ് മാൻ വാണ്ടഡ് ടു നോ വേർ ദി ബസ് സ്റ്റാൻഡ്, കണ്ടോ? ബസ് സ്റ്റാൻഡ്, അതിന് ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്? ഓക്സിലറി വെർബ് ആയിട്ടുള്ള വാസ് വന്നിട്ടുള്ളത്. മറ്റേ കേസിൽ നോക്കിയേ, ഇവിടെ ആദ്യം ഓക്സിലറി വെർബ് വന്നു, അതിന് ശേഷമാണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നമുക്കിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അപ്കമിങ് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർ ടൈം ബീയിങ് ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എങ്ങനെയായിരിക്കും? അത് സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ആയിരിക്കും. ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞൊരു എക്സാമ്പിൾ ജസ്റ്റ് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ സിംഗർ പെർഫോംഡ് ഡാഷ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാം? ദ സിംഗർ പെർഫോംഡ്. ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? യെസ്, എല്ലാവരും നോക്കിയിട്ട് വേഗം പറഞ്ഞോളൂ, ഏതാണ് ആൻസർ ആയിട്ട് വരിക? നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആണ്. മെലഡിയസ്ലി അറ്റ് ദി കൺസേർട്ട് ഫോർ 2 hours. അപ്പൊ എങ്ങനെയാ മനസ്സിലായേ? അപ്പോൾ ഇത് നമ്മൾ കുറേ ആൾക്കാർ ചെയ്യണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വായിച്ചൊക്കെ നോക്കും. അറ്റ് ദി കൺസേർട്ട് ഫോർ 2 hours മെലഡിയസ്ലി. പറയുമ്പോൾ അത്ര രസമൊന്നും ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കിയിട്ടല്ല കേട്ടോ നമ്മൾ ആൻസർ ചെയ്യുക. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അപ്പോൾ ഇതിന് നമുക്കൊരു റൂൾ ഉണ്ട്. അതായത് ഈ കൊടുത്തിട്ടുള്ള എല്ലാ, ഇവിടെ കണ്ടോ, മെലഡിയസ്ലി, കൺസേർട്ട്, 2 hours, ഇതെല്ലാം ആഡ്വർബുകളാണ്. അപ്പോൾ ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ ആഡ്വർബുകൾ ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ചോണം, ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ ആഡ്വർബ് ഉണ്ടെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്കൊരു റൂൾ ഉണ്ട്. ആ റൂൾ എന്താ? MPT എന്ന് പറയും. അതായത് മാനർ, പ്ലേസ്, ടൈം. എങ്ങനെ, ഏത് മാനറിൽ അല്ലെ? മാനർ, പ്ലേസ്, ടൈം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ മാനർ എന്ന് പറയുന്നത് മെലഡിയസ്ലി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാനർ. എങ്ങനെയാണ്? മെലഡിയസ് ആയിട്ട് അല്ലെ? അപ്പൊ മെലഡിയസ്ലി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാനർ. പ്ലേസ് എവിടെയാ? കൺസേർട്ട് ആണ് അല്ലെ? എത്ര നേരം? ടൈമിനെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, 2 hours.
അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ദ സിംഗർ പെർഫോംഡ് മെലഡിയസ്ലി അറ്റ് ദി കൺസേർട്ട് ഫോർ 2 hours. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു റൂൾ എല്ലാവരും പഠിച്ചു വെച്ചേക്കുക. ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ ആഡ്വർബ് ഉണ്ടെങ്കിൽ, കണ്ടോ, പെർഫോംഡ് എന്ന് പറയുന്നത് വെർബാണ്, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറച്ച് വാക്കുകളാണ്. മെലഡിയസ്ലി ആണെങ്കിലും കൺസേർട്ട് ആണെങ്കിലും 2 hours ആണെങ്കിലും. ഓക്കെ, എങ്ങനെ പെർഫോം ചെയ്തു? മെലഡിയസ് ആയിട്ട് അല്ലേ. പിന്നെ എവിടെയാണ്? കൺസേർട്ട് ആണ്. എത്ര നേരം? അപ്പോൾ വെർബിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിന്റെ റൂളാണ് മാനർ, പ്ലേസ്, ടൈം, MPT. എല്ലാവരും പഠിക്കണേ, ദറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. I expressed my strong desire to learn dash kayaking dash canoeing to know the differences. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, വേഗം പറഞ്ഞോളൂ. എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? I expressed my strong desire to learn both kayaking and canoeing to know the differences. രണ്ടും പഠിച്ചാലല്ലേ അതിന്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടും വേണ്ടേ? അപ്പൊ രണ്ടും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് പറയാം? ബോത്തും പറയാം, ആൻഡും പറയാം. ഏതെങ്കിലും ഒരെണ്ണം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് പറയാം? ഐദർ ഓർ പറയാം. രണ്ടും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നൈദർ നോർ ആണ് പറയാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ മീനിങ് വെച്ചിട്ട് രണ്ടും അറിഞ്ഞാലാണ് അതിന്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെ ബോത്ത് ആൻഡ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കേട്ടോ. കൊറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദർ ആർ നോ ലെസ് ദാൻ 50 packets ഓഫ് നൂഡിൽസ് ഇൻ ദി കാർട്ടൺ. ഈ ഒരു സെന്റൻസ് തെറ്റായിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇതിന്റെ കറക്റ്റ് സെന്റൻസ് ഏതാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ഞാൻ ആൻസർ പറയാം. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ദർ ആർ നോ ഫ്യൂവർ ദാൻ 50 packets ഓഫ് നൂഡിൽസ് ഇൻ ദി കാർട്ടൺ. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമുക്ക് മനസ്സിലായി ഇതാണ് ആൻസർ എന്ന്? എങ്ങനെയാ മനസ്സിലായേ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 50 packets എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 50 packets എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണ് അല്ലേ? കൗണ്ടബിൾ നൗൺ ആണ് 50 packets. അപ്പൊ കൗണ്ടബിൾ നൗണിന്റെ കൂടെ യൂസ് ചെയ്യാവുന്ന ഒരാളാണ് നമ്മുടെ ഫ്യൂവർ എന്ന് പറയുന്നത്. ഫ്യൂ അല്ലെങ്കിൽ ഫ്യൂവർ നമ്മൾ പറയുന്നത്. ഈ ലെസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലെസ് ഉള്ള ഓപ്ഷനൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം. ഓപ്ഷൻ എ അല്ല, അതേപോലെ തന്നെ ഓപ്ഷൻ ഡിയും അല്ല അല്ലേ? ബാക്കിയുള്ളത് ആരൊക്കെയാണ്? ബാക്കിയുള്ളത് ദേ ഇവിടെ ഫ്യൂവർ ഉണ്ട്, ഇവിടെ ഫ്യൂ ഉണ്ട്. പക്ഷെ ദാൻ എന്നുള്ള വാക്ക് കാണുമ്പോൾ അവിടെ മനസ്സിലാക്കണം, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂ അല്ല, എന്ത് യൂസ് ചെയ്യണം? ഫ്യൂവർ യൂസ് ചെയ്യണം. അപ്പൊ ദർ ആർ നോ ഫ്യൂവർ ദാൻ 50 packets ഓഫ് നൂഡിൽസ് ഇൻ ദി കാർട്ടൺ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷനെയും എലിമിനേറ്റ് ചെയ്താണ് നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ലെസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കുക അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ്. ഫ്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗണിന്റെ കൂടെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിറ്റാർ ഫോർ 20 years. എന്തായിരിക്കും ആൻസർ വരിക? ഓക്കെ, അടുത്ത വർഷത്തോടു കൂടി ഞാൻ ഗിറ്റാർ പഠിച്ചിട്ട് 20 വർഷം ആവുകയാണ് അല്ലേ? 20 വർഷമായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ഗിറ്റാർ ഫോർ 20 years. അപ്പൊ നെക്സ്റ്റ് ഇയർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഈ 4 ഒക്കെ കാണുമ്പോൾ അവിടെ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക അല്ലേ? അപ്പോൾ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് അല്ലേ? ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ഗിറ്റാർ ഫോർ 20 years ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം. ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദി ലെസൺ ടുഡേ? ഇതിനെ പാസീവ് വോയിസ് ആക്കാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചും ആക്റ്റീവ് പാസീവും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത് കേട്ടോ. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കി, ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദി ലെസൺ ടുഡേ, ഇതിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? വേഗം പറഞ്ഞോളൂ, എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? അപ്പോൾ ഇവിടെ അറിഞ്ഞു വെച്ചേക്കേണ്ട കാര്യങ്ങൾ, അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും ടെൻസിന് മാറ്റം വരില്ല എന്നുള്ള കാര്യം എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും തിരിച്ച് പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും ടെൻസിന് ചേഞ്ച് വരില്ല. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ആർ വി നോട്ട് ഗോയിങ് അല്ലേ? അപ്പൊ ആർ വി നോട്ട് ഗോയിങ് ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ ING ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ടെൻസിന് മാറ്റം വരില്ലല്ലോ. അപ്പൊ ING ഉള്ള ആൾക്കാരെ നമുക്ക് നോക്കാം. ദേ ഇവിടെയും ഒരു ING ഉണ്ട്, ഇവിടെയും ഒരു ING ഉണ്ട്. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നമുക്ക് എടുത്ത് മാറ്റാം. കാരണം അവിടെ നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല വന്നിട്ടുള്ളത്, ഫ്യൂച്ചർ ആണ് അല്ലേ? വില്ലും ഉണ്ട്, ഇവിടെയും വില്ലുണ്ട്. അപ്പൊ ഓപ്ഷൻ ബിനെയും ഓപ്ഷൻ ഡിനെയും നമ്മൾ എടുത്ത് എലിമിനേറ്റ് ചെയ്തു. അപ്പൊ 4 ഓപ്ഷനിലെ 2 ഓപ്ഷൻ നമുക്ക് എളുപ്പമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇനി നോക്കിയേ, ഇസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ us ടുഡേ ആണോ? വി ആർ നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദി ലെസൺ ടുഡേ.
അപ്പോൾ മീനിങ് മാറാൻ പാടില്ല. ആക്റ്റീവ് വോയിസിൽ കൊടുത്തിട്ടുള്ള അതേ മീനിങ് തന്നെയായിരിക്കണം പാസീവിൽ വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സിയിൽ നോക്കിയേ, വി ആർ നോട്ട് ഗോയിങ് ടു ഫിനിഷ്, ഞങ്ങൾ ആ ലെസൺ ഇന്ന് പഠിച്ച് തീർക്കാൻ പോണില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. മീനിങ് മാറുകയാണ് അല്ലേ. അപ്പോൾ ഇതുമല്ല, നമ്മുടെ ആൻസർ എന്താ? ഇത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് അടിക്കില്ല കേട്ടോ. അല്ലാതെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തെറ്റ് വരാം അല്ലേ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ എലിമിനേഷൻ മെത്തേഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഹിസ് ടീച്ചർ ട്രൈഡ് അറ്റ് കറക്റ്റ് ഹിം ബൈ ഗിവിങ് വാല്യുബിൾ അഡ്വൈസസ്. ഇത് തെറ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ് പറയാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇവിടെ അഡ്വൈസസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ അഡ്വൈസസ് എന്ന് നമ്മൾ പറയില്ല. അഡ്വൈസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്, ഉപദേശമാണ് കേട്ടോ. അപ്പൊ അഡ്വൈസസ് എന്നുള്ള പ്രയോഗം നമ്മൾ പറയില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ആരെയൊക്കെ എടുത്ത് മാറ്റാം? നിങ്ങൾ തന്നെ പറ. ദേ ഇവിടെ അഡ്വൈസസ് ഉണ്ട്, ഇത് പറ്റില്ല. ഇവിടെ അഡ്വൈസസ് ഉണ്ട്, ഇവിടെയും അഡ്വൈസസ് ഉണ്ട് അല്ലേ. ഇതൊന്നും പറ്റില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്തു. ഹിസ് ടീച്ചർ ട്രൈ ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ ആ ഒരു കാര്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്വൈസ് ആണെങ്കിലും മണി ആണെങ്കിലും ഫേർണിച്ചർ, ലഗേജ്, ബഗേജ്, ഇതിനൊക്കെ നമ്മൾ അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് പറയുക. നമ്മൾ അതിന്റെ കൂടെ എസ് ചേർത്തിട്ട് പറയാറില്ല അല്ലേ. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഹിസ് ടീച്ചർ ട്രൈ ടു കറക്റ്റ് ഹിം ആണ് കേട്ടോ, അറ്റല്ല, ടു വേണം. ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. യെസ്റ്റർഡേ ടിം പാർക്ക്ഡ് ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് ദ പോലീസ് ഡാഷ് ഹിസ് ട്രക്ക്. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ടിം കാർ പാർക്ക് ചെയ്തു, അതുകൊണ്ട് പോലീസ് എന്ത് ചെയ്തു? കാറല്ല, ട്രക്ക് പാർക്ക് ചെയ്തതുകൊണ്ട് പോലീസ് എന്ത് ചെയ്തു? അത് പിടിച്ചെടുത്തു. അപ്പോൾ പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ, റോങ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്ത് ആ വണ്ടി പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ്. വേഗം പറഞ്ഞോളൂ, ഏതാണത്? ഇംപൗണ്ടഡ്. എന്താണ് ഇംപൗണ്ടഡ്? ഇംപൗണ്ടഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് മീനിങ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആലോചിക്കാം, നമ്മൾ വണ്ടിയൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും, പൗണ്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പോൾ ഇംപൗണ്ടഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ പൈസയൊക്കെ പിടിച്ചെടുത്തു എന്നുള്ള രീതിയിൽ നമുക്ക് ഓർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യം മറക്കണ്ട. ഇംപ്രസൺ എന്ന് പറഞ്ഞാലും എന്താ ജയിലിലാവുക, ഇന്റേൺ എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇനി ഇംപെയിൽഡ് എന്ന് പറഞ്ഞാൽ കുത്തിയെടുക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇംപെയിൽഡിന്റെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഐ വാസ് ഡാഷ് വെൻ ദേ റാങ് അപ്പ് ആൻഡ് ഇൻഫോംഡ് ദാറ്റ് ഐ ഹാഡ് വൺ എ ലോട്ടറി. ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഐ വാസ് ഡാഷ് വെൻ ദേ റാങ് അപ്പ് ആൻഡ് ഇൻഫോംഡ് മീ ദാറ്റ് ഐ ഹാഡ് വൺ എ ലോട്ടറി. ഞാൻ ലോട്ടറി അടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ വരിക? ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ വെരി ഹാപ്പി എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇഡിയം ഏതാണ്? വേഗം പറഞ്ഞോളൂ. ഇറ്റ് ഇസ് ഓപ്ഷൻ ബി അല്ലേ, ഓൺ ക്ലൗഡ് നയൻ. ക്ലൗഡ് നയൻ, നമ്മളിങ്ങനെ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി ക്ലൗഡ് വരെ എത്തി അല്ലേ. അപ്പോൾ ക്ലൗഡ് നയൻ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ടു ലോസ് ടെമ്പർ ആണ്, ഒരാളുടെ നമ്മുടെ കയ്യിൽ നിന്ന് പോവാ, ദേഷ്യം വരിക എന്നൊക്കെ പറയില്ല, അതാണ് ഓപ്ഷൻ എ വരുന്നത്. ഫ്ലൈയിങ് ഓഫ് ദി ഹാൻഡിൽ, ഹാൻഡിൽ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാം, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളിങ്ങനെ വലിച്ച് എറിയാന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം അല്ലേ. ലോഗർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസഗ്രിമെന്റ് ആണ്, ആർഗ്യൂ ചെയ്യുക, തല്ല് പിടിക്കുക എന്നൊക്കെയാണ് ലോഗർ ഹെഡ്സിന്റെ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി റെഡ് ഇൻ ദി ഫേസ് എന്ന് പറഞ്ഞാൽ എംബാരസ്ഡ് ആയിട്ട് നിൽക്കുക, വളരെ എന്താ പറയുക, ഷൈ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥേനെയാണ് റെഡ് ഇൻ ദി ഫേസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഇറ്റ് വാസ് എ ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ ഇൻ ബോളിവുഡ് മൂവീസ്. ഗിവ് വൺ വേർഡ് ഫോർ ദി വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ, ഇതിന് മീനിങ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പറയാവോ? ഒരാളുടെ ഫസ്റ്റ് അപ്പിയറൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ ചെയ്യുന്ന ഒരു ഫസ്റ്റ് അപ്പിയറൻസിന് നമ്മൾ പറയുന്നത് ഡെബ്യൂ എന്നാണ് പറയുക. എന്താ പറയുക? ഡെബ്യൂ. സ്പെല്ലിംഗ് നോക്കിയേ, DEBUT, അതാണ് ഡെബ്യൂ കേട്ടോ. കൾമിനേഷൻ എന്നുള്ള വേർഡ് ഇതിൻ്റെ കൂടെ പഠിച്ചു പോവുക. കൾമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉയർച്ചയിൽ എത്തുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പീക്കിൽ എത്തുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വണ്ണിലേക്ക് കയറാം. ദ കമ്പനി സെലിബ്രേറ്റഡ് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓൾ ദെയർ ഗോൾസ്. ഇതിലെ ആന്റണിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇവിടെ അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞുള്ള വാക്കിന്റെ ആന്റണിയം ആയിട്ട് നമുക്ക് ഫെയിലിയറും പറയാം, ഡിബാക്കിളും പറയാം. രണ്ടിന്റെയും മീനിങ് എന്താ? തോൽവി അല്ലെങ്കിൽ പരാജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ,
ദ വെദർ ഇസ് സ്യൂട്ടബിൾ ഫോർ സോയിങ് സീഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്യൂട്ടബിൾ, ദ വെദർ ഇസ് സ്യൂട്ടബിൾ ഫോർ സോയിങ് സീഡ്സ്, ചൂസ് എ സിമിലർ വേർഡ് ഫോർ ദി അണ്ടർലൈൻ വേർഡ്. സ്യൂട്ടബിളിന് സിമിലർ ആയിട്ട് വരുന്ന വേർഡാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പറയാവോ? വേഗം ആൻസർ പറഞ്ഞോളൂ. ഏതാണ് ആൻസർ ആയിട്ട് വരിക? വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള, വളരെ ആപ്റ്റ് ആയിട്ടുള്ള എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡ് കൺജെനിയൽ. എന്താണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്, കൺജെനിയൽ എന്നുള്ളതാണ് പറയുക കേട്ടോ. ആപ്റ്റ് ആണ്, സ്യൂട്ടബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. കൺജെനിറ്റൽ എന്ന് പറഞ്ഞാൽ ജന്മനാളുള്ള, അല്ലെ? ജെനിറ്റൽ, ജെനറ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ കൺജെനിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ബർത്തിന്റെ ടൈമിലുള്ളത്. ഓക്കെ. കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്രെഡ് ആവുന്ന, ഈസിലി കണ്ടേജിയസ് ഡിസീസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതാണ് കണ്ടേജിയസ് ആയിട്ട് വരുന്നത്. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണം. ഒരു ഓപ്ഷൻ ബി നമ്മുടെ കൂടെ തന്നെ പഠിച്ചു പോകട്ടോ, അതിന് വേറെ എക്സ്ട്രാ ടൈം വെക്കേണ്ട. ഇനി അടുത്ത ചോദ്യം സ്പെല്ലിംഗ് കറക്ഷൻ ആണ്. ചൂസ് ദി വേർഡ് ദാറ്റ് ഇസ് സ്പെൽഡ് ഇൻകറക്റ്റ്ലി. ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വേഗം പറഞ്ഞോളൂ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന ഒരു വേർഡാണ് കേട്ടോ, എല്ലാവരും പഠിച്ചേക്കുക. നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഓൺടോപ്രെനോ ആണ്. ഓക്കെ, ഓൺടോപ്രെനോ. അപ്പോൾ അതിന്റെ സ്പെല്ലിംഗ് എന്താ? ENTREPRENEUR അല്ലേ? ENTREPRENEUR. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. എല്ലാവരും പഠിച്ചു പോണേ. അപ്പോൾ ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത് എന്താ? PRE, ഇവിടെ യുവിൻ്റെ ആവശ്യമില്ല, NEUR മതി. ബാക്കി എല്ലാം കറക്റ്റ് ആണ്. ബ്യൂറോക്രാറ്റ് അല്ലേ? ബി യൂറിയ യുക്രാറ്റ്, എങ്ങനെ വേണമെങ്കിലും പഠിക്കുക കേട്ടോ. ബി യൂറിയ യുക്രാറ്റ്. പിന്നെ ഏതാ? ഇന്റലിജൻഷ്യ അല്ലേ? പിന്നെ സെപ്റ്റുവജനേറിയൻ എന്നുള്ള വാക്കുകളൊക്കെ അതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. റെസ്പോണ്ട് സിൽ വാസ് പ്ലേറ്റ്. ഇതിന്റെ മീനിങ് എന്താണ് വരുന്നത്? ഒരു ഫോറിൻ വേർഡ് ആണ്, നമുക്ക് നമ്മുടെ വൊക്കാബുലറി സെഷനിലുള്ളൊരു ടോപ്പിക് ആണ് അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റെസ്പോണ്ട് സിൽ വാസ് പ്ലേറ്റ്, ഈ ഒരു ക്വസ്റ്റ്യന്റെ അല്ലെങ്കിൽ ഈ ഒരു കൊടുത്തിട്ടുള്ള ഇതിന്റെ മീനിങ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. റെസ്പോണ്ട് ചെയ്യുക, ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കിട്ടും റെസ്പോണ്ട് ചെയ്യുക അല്ലേ? എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? ആൻസർ ചെയ്യുക. ആൻസർ പ്ലീസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ആൻസർ പ്ലീസ്. പ്ലീസ് റെസ്പോണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ തീവ്സ് ഡാഷ് ദി അപ്പാർട്ട്മെന്റ് വൈൽ ദ ഫാമിലി വാസ് ഓൺ വെക്കേഷൻ. എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഓക്കെ, തീവ്സ്, വേഗം പറഞ്ഞോളൂ. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ബ്രോക്ക് ഇൻ ടു അല്ലേ? ബ്രോക്ക് ഇൻ ടു. തീവ്സ് എന്ത് ചെയ്തു? അപ്പാർട്ട്മെന്റിലേക്ക് കയറി വന്നു അല്ലേ? അവര് എന്താ പറയാ, കുത്തിപ്പൊളിച്ച് കയറി വരിക, ബ്രോക്ക് ഇൻ ടു. ഓക്കെ, അപ്പൊ ബ്രോക്ക് ഇൻ ടു ആണ് നമ്മുടെ ആൻസർ. അതിക്രമിച്ച് കയറുക എന്നൊക്കെ പറയുന്നത് കേട്ടോ, അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഫ്രേസിൽ വെർബി തന്നെ നമുക്ക് കിട്ടും അല്ലെ? ബ്രോക്ക്, ബ്രേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോക്ക്. അപ്പോൾ ബ്രോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? അകത്തേക്ക് അതിക്രമിച്ച് കയറി. അപ്പോൾ തീവ്സ് ബ്രോക്ക് ഇൻ ടു ദി അപ്പാർട്ട്മെന്റ് വൈൽ ദി ഫാമിലി വാസ് ഓൺ വെക്കേഷൻ. ഈ വെക്കേഷന്റെ സ്പെല്ലിംഗ് മറക്കണ്ട, അതും വേണമെങ്കിൽ ചോദിക്കാം. വെക്കേഷനിൽ 2 C ഇല്ല കേട്ടോ. VACATION ആണ് നമ്മുടെ വെക്കേഷന്റെ സ്പെല്ലിംഗ്, മറക്കണ്ട. ബ്രോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ഡൗൺ അല്ലേ? ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നൊക്കെ മീനിങ് ആണ് ബ്രോക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. പിന്നെ ബ്രേക്കപ്പ് ഉണ്ട് കേട്ടോ. ബ്രേക്കപ്പ് അറിയായിരിക്കുമല്ലോ അല്ലേ? ബ്രേക്കപ്പ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അടുത്തത് ആന്റിനാസ് ഡാഷ് ഏബിൾ കോക്രോച്ചസ് ടു സെൻസ് ദിയർ സറൗണ്ടിങ്സ്. എന്തായിരിക്കും? ചൂസ് ദി കറക്റ്റ്. പ്രിഫിക്സ് ആണ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തുള്ള വാക്കിന് മുമ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വേർഡുകളെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുക. ആൻസർ വേഗം പറഞ്ഞോളൂ. എനേബിൾ ചെയ്യുക അല്ലേ? ആന്റിനാസ് എനേബിൾ കോക്രോച്ചസ് ടു സെൻസ് ദിയർ സറൗണ്ടിങ്സ്. ആൻഡ് ദി ഫൈനൽ ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫെനോമിനൻ ഓഫ് ഗ്ലോയിങ് sea water signifies changes in the marine environment. Identify the plural of the underlined word from the choices given. ഇവിടെ ഫെനോമിനൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ പ്ലൂറൽ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വേഗം പറഞ്ഞ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആൻസർ തന്നെയാണ്. വേഗം പറഞ്ഞോളൂ. ക്രൈറ്റീരിയൻ, അതേപോലെ തന്നെ ഫെനോമിനൻ, ഇതിൻ്റെയൊക്കെ വരുമ്പോൾ എന്താ വരിക? പ്ലൂറലായിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് അല്ലേ? ഫെനോമിന. ഓക്കെ, അപ്പോൾ ON വരുമ്പോൾ A ആണ് വരിക. ON വരുമ്പോൾ A. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഫെനോമിനൻ ഓഫ് ഗ്ലോയിങ് സീ വാട്ടർ സിഗ്നിഫൈസ് ചേഞ്ചസ് ഇൻ ദി മറൈൻ എൻവയോൺമെന്റ്. അപ്പോൾ ഫെനോമിനത്തിന്റെ പ്ലൂറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഇറ്റ് ഇസ് ഫെനോമിന. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവരുടെയും അഭിപ്രായങ്ങളും കൂടെ പറഞ്ഞേക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.